1960 മെയ് 11 സന്ധ്യ. മെഴ്സിഡസ് ബെൻസ് ഫാക്ടറി തൊഴിലാളിയായ അയാൾ പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്കുള്ള വഴിയിൽ ബസ് ഇറങ്ങി. പക്ഷേ അത് അയാളുടെ അവസാനത്തെ യാത്രയായിരുന്നു. കാരണം അയാളന്ന് വീട്ടിൽ എത്തിയില്ല. ബസ് സ്റ്റോപ്പിൽ അയാളെ കാത്ത് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. സ്പാനിഷ് ഭാഷയിൽ ആഗതൻ അയാളോട് ഒരു നിമിഷം എന്ന് പറഞ്ഞു. അത് കേട്ട മാത്രയിൽ ബസ് ഇറങ്ങിയ ആൾ ഭയന്നു. അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതിയെന്ന ഭാവത്തിൽ സ്ഥലം വിടാൻ ശ്രമിച്ച അയാളെ പെട്ടെന്ന് മറ്റ് 2 ദിശകളിൽ നിന്ന് 2 പേർ കൂടി മുന്നോട്ട് വന്ന് കീഴ്പ്പെടുത്തി. മൂന്ന് പേരും കൂടി അയാളെ നിലത്തേക്ക് വീഴിച്ചു. 3 പേരോടും പ്രതിരോധിച്ചു നിൽക്കാൻ മാത്രം ശക്തനായിരുന്നു അയാളെങ്കിലും ആ പ്രതിരോധങ്ങളെല്ലാം ക്രമേണ ദുർബലമായി. മൂവർ സംഘം അയാളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി തങ്ങളുടെ കാറിന്റെ പിൻസീറ്റിലേക്ക് അയാളെ വലിച്ചിട്ടു. പിന്നീട് ഒരു പുതപ്പ് കൊണ്ട് അയാളെ പൊതിഞ്ഞു. തുടർന്ന് ആ കാർ എങ്ങോട്ടോ ചീറിപ്പാഞ്ഞ് പോയി. എന്താണ് ഇവിടെ സംഭവിച്ചത്? ആരൊക്കെയായിരുന്നു അവർ? പറയാം. ഈ സംഭവങ്ങൾക്ക് പിന്നിൽ വലിയൊരു കഥയുണ്ട്. ലോകത്തെ തന്നെ നടുക്കിയ ഒരുപിടി സംഭവ വികാസങ്ങളുടെ അനന്തരഫലമായിട്ടായിരുന്നു ഇത് സംഭവിച്ചത്. ഹിറ്റ്ലർ നടത്തിയ യഹൂദ വംശഹത്യയുടെ പിന്നിൽ പ്രവർത്തിച്ച നാസി പ്രവർത്തകനും ഹിറ്റ്ലറുടെ വലങ്കയും ഹോളോകോസ്റ്റിന്റെ പ്രധാന സംഘാടകരിൽ ഒരാളുമായ 60 ലക്ഷം യഹൂദരുടെ ജീവൻ അപഹരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച അഡോൾഫ് എയ്ക്മാൻ ആയിരുന്നു അന്ന് ബസ് ഇറങ്ങി നടന്നുപോയ ആ ഫാക്ടറി തൊഴിലാളി. അയാളെ ബലാത്കാരമായി തട്ടിക്കൊണ്ടുപോയതാകട്ടെ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിലെ അംഗങ്ങളും. ഈ സംഭവങ്ങൾക്ക് പിന്നിലെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇന്നത്തെ ലോകം നടുങ്ങിയ നിമിഷങ്ങൾ അനാവരണം ചെയ്യുന്നത്. ആയിരത്തി 1906 ജർമ്മനിയിലെ സോളിംഗനിലെ കാൽവനിസ്റ്റ് വിശ്വാസികളായ മാതാപിതാക്കളുടെ മകനായിട്ടായിരുന്നു അഡോൾഫ് എയ്ക്മാന്റെ ജനനം. ബുക്ക് കീപ്പറായിരുന്നു പിതാവ്. ഗൃഹജോലികളുമായി ഒതുങ്ങിക്കഴിയുകയായിരുന്നു അമ്മ മരിയ. എയ്ക്മാന് 10 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. പിന്നീട് പിതാവ് 2ാമത് വിവാഹം കഴിക്കുകയും എയ്ക്മാന്റെ ജീവിതം രണ്ടാനമ്മയുടെ സംരക്ഷണയിൽ ആവുകയും ചെയ്തു. 1932 നാസി പാർട്ടിയിൽ അംഗമായപ്പോൾ എയ്ക്മാൻ ഒരിക്കലും കരുതിയിരുന്നില്ല തൻ്റെ ജീവിതം ഒരു കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ പ്രേരക ശക്തി ആയി മാറുമെന്ന്. പക്ഷേ സംഭവിച്ചത് അതായിരുന്നു. ഹിറ്റ്ലറുടെ ജൂതവിരോധത്തിന്റെ പേരിൽ പല തരങ്ങളിൽ കൊല ചെയ്യപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കുന്നതിന് അയാൾ കാരണക്കാരനായി മാറുകയായിരുന്നു. ജൂതരോടുള്ള തങ്ങളുടെ സമീപനം എങ്ങനെ ആയിരിക്കണമെന്ന കാര്യത്തിൽ വ്യക്തമായ നയരൂപീകരണങ്ങൾക്ക് പോലും ഹിറ്റ്ലറെ സഹായിച്ചതിന് പിന്നിൽ എയ്ക്മാൻ ഉണ്ടായിരുന്നു. കാരണം അയാൾ അത്രത്തോളം പ്രതിബദ്ധതയുള്ള ഒരു യഹൂദ വിരോധിയും സമർത്ഥനായ ഉദ്യോഗസ്ഥനും ആയിരുന്നു. 1932 നാസിയിൽ ഒരു സാധാരണക്കാരനായി ചേർന്നുവെങ്കിലും അയാളുടെ വളർച്ച വളരെ പെട്ടെന്നുള്ളതും അപ്രതീക്ഷിതവുമായിരുന്നു. പാർട്ടിയുടെ വിവിധ പദവികളിലൂടെ കടന്നുവന്ന് അയാൾ ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ ഏറ്റവും അനിഷേധ്യനായ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയായിരുന്നു. 1940 യഹൂദ വിരോധത്തിന്റെ അലയടികൾ ജർമ്മനിയിലെങ്ങും മുഴങ്ങിക്കൊണ്ടിരുന്ന കാലമായിരുന്നു. 1933 യൂറോപ്പിലെ യഹൂദ ജനസംഖ്യ 90 ലക്ഷമായിരുന്നു. 2ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി ആക്രമിച്ച് കീഴടക്കാനിരുന്ന രാജ്യങ്ങളിലായിരുന്നു ഈ ജനസംഖ്യയുടെ സിംഹഭാഗവും ജീവിച്ചിരുന്നത്. 1945 ആയപ്പോഴേക്കും യുദ്ധം അവസാനിച്ചു. പക്ഷേ അപ്പോഴേക്കും യൂറോപ്പിലെ 67% യഹൂദരെയും ഹിറ്റ്ലറും നാസി സൈന്യവും കൂടി ചേർന്ന് ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ച് നീക്കിയിരുന്നു. ജർമ്മൻ ആര്യവംശ ശുദ്ധിക്ക് കടുത്ത ഭീഷണിയാണ് യഹൂദർ എന്നായിരുന്നു ഹിറ്റ്ലറുടെ അബദ്ധധാരണ. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിന്ന് അവരെ തുടച്ചു നീക്കുക എന്ന കഠിന ശപഥമാണ് നാസികൾ കൈക്കൊണ്ടത്.
ആ തീരുമാനത്തിന്റെ അനന്തരഫലമായിരുന്നു ഹോളോകോസ്റ്റ്. ഒരു രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ അനുവാദത്തോടെ അവിടുത്തെ ഒരു വിഭാഗം ആളുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നതിനെയാണ് ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത്. കൺമുന്നിൽ വന്നുപെടുന്ന ഏതൊരു യഹൂദനെയും കൊന്നൊടുക്കുക എന്നതായിരുന്നു അക്കാലത്ത് നാസികൾ കൈക്കൊണ്ട നയം. കോൺസെൻട്രേഷൻ ക്യാമ്പുകളും ഗ്യാസ് ചേംബറുകളുമെല്ലാം യഹൂദരുടെ ജീവന്റെ നിലവിളികൾ കൊണ്ട് നിറഞ്ഞു. ആളും അർത്ഥവും യഹൂദർക്ക് ഒന്നുപോലെ നഷ്ടമായിക്കൊണ്ടിരുന്നു. 1945 വരെ ഈ യഹൂദവേട്ട നിർബാധം തുടർന്നിരുന്നു. അതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ചതും യഹൂദരെ കൂട്ടക്കുരുതിക്ക് വിട്ടുകൊടുത്തതും അഡോൾഫ് എയ്ക്ക്മാനായിരുന്നു. ഉത്തരവുകൾ നടപ്പിലാക്കുന്ന വെറുമൊരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് താനെന്നായിരുന്നു എയ്ക്ക്മാന്റെ വിശദീകരണമെങ്കിലും അതായിരുന്നില്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. വാൻസി കോൺഫറൻസിൽ അദ്ദേഹം പങ്കെടുത്തതിന് ശേഷമാണ് ജർമ്മൻ അധിനിവേശ പ്രദേശങ്ങളിൽ ലക്ഷക്കണക്കിന് യഹൂദരെ നാടുകടത്തിയതും 6 ദശലക്ഷം ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വംശഹത്യ അയാൾ നടപ്പിലാക്കിയതും. ഇക്കാര്യം വിചാരണയിൽ എയ്ക്ക്മാന് നിഷേധിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. യുദ്ധാനന്തരം സമാനതകളില്ലാത്ത സംഭവങ്ങളിലൂടെയാണ് കാലം കടന്നുപോയത്. തനിക്ക് നേരിടേണ്ടി വന്ന തിരിച്ചടികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെയും ശത്രുക്കൾക്ക് മുന്നിൽ കീഴടങ്ങാൻ മനസ്സില്ലാതെയും ഒരു ഭീരുവിനെ പോലെ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തതിൽ തുടങ്ങുകയാണ് അത്. ലോകത്തെ മുഴുവൻ വിറപ്പിക്കുകയും ഭയചകിതനാക്കി മാറ്റുകയും ചെയ്ത ഹിറ്റ്ലറാണ് സയനൈഡിന്റെയും ബുള്ളറ്റിന്റെയും സഹായത്തോടെ ജീവൻ വെടിഞ്ഞതെന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഹിറ്റ്ലറുടെ മറ്റ് മനസാക്ഷി സൂക്ഷിപ്പുകാരെല്ലാം പിടിച്ചു നിൽക്കാൻ കരുത്തില്ലാതെയും പിടിക്കപ്പെടുമെന്ന ഭീതിയിലും സ്വയം മരണം വരിക്കുകയായിരുന്നു. ഹോളോകോസ്റ്റിന്റെ മറ്റ് അണിയറ പ്രവർത്തകർ ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്യുകയോ വിചാരണ ചെയ്ത് വധിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഒരു മത്സ്യത്തെ പോലെ വഴുതി പോവുകയാണ് എയ്ക്ക്മാൻ ചെയ്തുകൊണ്ടിരുന്നത്. അവശേഷിക്കുന്ന യഹൂദരെ ചേർത്ത് പിടിച്ചും അവരെ മറ്റെവിടേക്കും പറഞ്ഞയക്കാതെയും ഇസ്രായേൽ എന്ന രാജ്യം രൂപം കൊണ്ടതും ഇക്കാലത്ത് ആയിരുന്നു. ഇത്രയും സംഭവ വികാസങ്ങൾ പലപ്പോഴായി പലയിടത്തായി അരങ്ങേറുമ്പോഴെല്ലാം എയ്ക്ക്മാൻ വിവിധ പേരുകളിലും വിവിധ ജോലികളിലുമായി മറ്റു പല രാജ്യങ്ങളിലായി ജീവിതം തുടരുകയായിരുന്നു. എന്നിട്ടും ഒരു നാൾ അയാളെ US സൈന്യം പിടികൂടിയിരുന്നു. പക്ഷേ അതൊരു വമ്പൻ സ്രാവാണെന്ന് അമേരിക്കയ്ക്ക് എന്തുകൊണ്ടോ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തങ്ങളുടെ കസ്റ്റഡിയിൽ വേണ്ടത്ര മുൻകരുതലുകൾ ഇല്ലാതെയാണ് അയാളെ അവർ പാർപ്പിച്ചത്. അത്രയും സൗകര്യം മതിയായിരുന്നു അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനും. അതിൻ്റെ ഒടുവിൽ ഏതൊക്കെയോ വിധത്തിൽ അയാൾ രക്ഷപ്പെടുകയായിരുന്നു. തൻ്റെ ഐഡന്റിറ്റി പുറത്തായി എന്ന് മനസ്സിലായതോടെ പിന്നീടുള്ള കാലമെല്ലാം അത് മറച്ചു വെച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു അയാൾ നയിച്ചിരുന്നത്. ഓട്ടോ ഹെനിങ്കൻ എന്ന കള്ളപ്പേരിലായിരുന്നു കുറെ കാലം അയാൾ ജീവിച്ചിരുന്നത്. അതിനിടയിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയാൾ താമസം മാറ്റുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയിൽ വടക്കൻ ജർമ്മനിയുടെ ലോവർ സാക്സോണി സംസ്ഥാനത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള വനപ്രദേശമായ ലൂനെബർഗ് ഹീത്തിൽ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തുവരെ അയാൾക്ക് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. മറ്റൊരാളുടെ ജീവൻ നിഷ്പ്രയാസം കവർന്നെടുത്ത അയാൾ സ്വന്തം ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്ന രീതികളും വഴികളും ഓർമ്മിക്കുമ്പോൾ അയാളോട് പരിതമിക്കാനേ നമുക്ക് തോന്നുകയുള്ളൂ. അല്ലെങ്കിലും എല്ലാവർക്കും അവരവരുടെ ജീവൻ മാത്രമാണല്ലോ മുഖ്യമായിട്ട് ഉള്ളത്. 1950 എയ്ക്ക്മാൻ അർജന്റീനയിലേക്ക് കുടിയേറിയത്. ലാൻഡിംഗ് പെർമിറ്റോട് കൂടിയുള്ള ആ പലായനത്തിന് വേണ്ടതായ സാഹചര്യങ്ങൾ ഒരുക്കിയത് ഓസ്ട്രിയക്കാരനും നാസി അനുഭാവിയുമായിരുന്ന ബിഷപ്പ് അലോയിസ് ഹുദാൽ ആയിരുന്നു. ജൂൺ 7 ജനോവയിൽ നിന്ന് കപ്പൽ മാർഗം പുറപ്പെട്ട എയ്ക്ക്മാൻ ജൂലൈ 14 ബ്യൂണസ് അയേഴ്സിൽ എത്തിച്ചേർന്നത്. അവിടെ പുതിയൊരു മേൽവിലാസത്തിലാണ് എയ്ക്ക്മാൻ ജീവിതം ആരംഭിച്ചത്. റിക്കാർഡോ ക്ലെമന്റ് എന്നായിരുന്നു അയാളുടെ പേര്. ഒരു ഫാക്ടറി തൊഴിലാളി. അർജന്റീനയിലേക്ക് വൈകാതെ അയാളുടെ കുടുംബവും എത്തിച്ചേർന്നു. അതോടെ ശാന്തമായ ഒരു കുടുംബജീവിതത്തിന് അയാൾ തുടക്കം കുറിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴും അയാൾ നാസി സൈന്യത്തിലെ പലരുമായും ബന്ധം പുലർത്തിയിരുന്നു.
നാസികളോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു പത്രപ്രവർത്തകന് അയാൾ അഭിമുഖം നൽകുകയും ചെയ്തിരുന്നു. അർജന്റീനയിലായിരുന്നതുകൊണ്ടും നാസിയായി ജീവിക്കുന്ന എയ്ക്മാന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പല റിപ്പോർട്ടുകളും അമേരിക്കയിലും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലും ഇസ്രായേലിലും എത്തിക്കൊണ്ടിരുന്നു. നാസികളെ വേട്ടയാടുന്നത് തങ്ങളുടെ ജോലി അല്ലെന്ന സമീപനമാണ് അമേരിക്ക ഇവിടെ വെച്ചു പുലർത്തിയിരുന്നത്. എന്നാൽ അത്രയ്ക്ക് ഉദാരമനസ്കരാകാൻ കഴിയാതെ പോയ ഒരു രാജ്യം ഉണ്ടായിരുന്നു, ഇസ്രായേൽ. തങ്ങളുടെ വംശത്തെ മുഴുവൻ കൊല്ലാക്കൊല ചെയ്ത, തങ്ങളെ തുടച്ചു നീക്കാൻ കിരാത നിയമങ്ങളും ക്രൂരതകളും അഴിച്ചുവിട്ട എയ്ക്മാനോട് ക്ഷമിക്കാനോ സഹിഷ്ണുത പുലർത്താനോ അവർക്ക് കഴിയുമായിരുന്നില്ല. എയ്ക്മാനെ കണ്ടെത്തുക എന്നത് ഒരു ദൗത്യമായി അവർ ഏറ്റെടുത്തു. അതിനിടയിലാണ് അർജന്റീനയിൽ അഭയാർത്ഥിയായി കഴിയുന്ന അന്ധനായ ഒരു യഹൂദൻ ലോദർ ഹെർമൻ എയ്ക്മാനെ സംബന്ധിച്ച നിർണായകമായ ഒരു വിവരം ഇസ്രായേലിന് കൈമാറിയത്. ഹെർമന്റെ മകളും എയ്ക്മാന്റെ മകനും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നാണ് ഈ വിവരം ഹെർമൻ മനസ്സിലാക്കിയത്. അദ്ദേഹം യഹൂദനായ ഫ്രിറ്റ്സ് ബോവർ എന്ന വ്യക്തിയെയാണ് ഇക്കാര്യം ആദ്യം അറിയിച്ചത്. ബോവർ ആകട്ടെ അത് മൊസാദിനെ രഹസ്യമായി അറിയിച്ചു. പലപ്പോഴും തങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ എയ്ക്മാനെ ഇനി മറ്റൊരാൾക്കും വിട്ടുകൊടുക്കുകയോ രക്ഷപ്പെടാൻ അനുവദിക്കുകയോ പാടില്ലെന്ന് മൊസാദ് തീരുമാനിച്ചു. എയ്ക്മാനെ ഇസ്രായേലിൽ എത്തിച്ച് വിചാരണ ചെയ്ത് അയാൾക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കണം എന്ന് മൊസാദ് ശപഥം ചെയ്തു. ആ ലക്ഷ്യത്തിനു വേണ്ടി അവർ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ആരംഭിച്ചു. എയ്ക്മാനെ സംബന്ധിച്ച വിവരങ്ങൾ ബലപ്പെടുത്താനുള്ള തെളിവ് ശേഖരണത്തിലാണ് പിന്നീട് അവർ മുഴുകിയത്. പലവിധ മാർഗങ്ങളിലൂടെ അവർ അയാളുടെ സഞ്ചാരപഥങ്ങളും വീടും കണ്ടെത്തി. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സഹയാത്രികരായും വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ അനുയാത്ര ചെയ്തുമൊക്കെ അങ്ങനെയായിരുന്നു അവർ എയ്ക്മാൻ തന്നെയാണ് തങ്ങളുടെ കൺവെട്ടത്തുള്ള നാസി എന്ന തീരുമാനത്തിൽ എത്തിയത്. ചില രഹസ്യ ഫോട്ടോഗ്രാഫുകൾ എടുത്ത് എയ്ക്മാന്റെ ചെവിയുടെ ആകൃതിയുമായി താരതമ്യം നടത്തി വന്നിറങ്ങാറുള്ള വ്യക്തി എയ്ക്മാൻ ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരുന്നു അവർ ഈ തട്ടിക്കൊണ്ടുപോകൽ പദ്ധതി ആസൂത്രണം ചെയ്തത്. അക്കാര്യം ഉറപ്പിച്ച ഒരു ദിവസം ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിലേക്ക് അവരൊരു സന്ദേശം അയച്ചു. ദ ഡേവർ ഈസ് റീഡ്. എയ്ക്മാൻ അർജന്റീനയിൽ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ സന്ദേശം. അതൊരു രഹസ്യ സന്ദേശമായിരുന്നു. തങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആൾ വലയിൽ കുടുങ്ങാറായി എന്ന് അവർക്ക് ഉറപ്പായി. അങ്ങനെയാണ് ആ ദിവസം എത്തിയതും അവർ ആസൂത്രണം ചെയ്തതുപോലെ എല്ലാം സംഭവിച്ചതും. ആ ആസൂത്രണം വിജയിച്ചതിന്റെ ചിത്രീകരണമാണ് ഈ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്. ഇനി വീണ്ടും ആ ദിവസത്തിലേക്ക് നമുക്ക് പോകാം. 1960 മെയ് 11 സന്ധ്യ. എയ്ക്മാനെ തട്ടിക്കൊണ്ടുപോകാൻ മൊസാദ് കാത്തിരുന്ന ദിവസം. എല്ലാ ദിവസവും അയാൾ ഒരേ സമയത്ത് തന്നെ ഒരേ ബസ്സിലാണ് വന്ന് ഇറങ്ങാറുണ്ടായിരുന്നത്. എല്ലാ കാര്യങ്ങളും കൃത്യമായിരുന്നു. എന്നാൽ അതിനിടയിൽ അപ്രതീക്ഷിതമായി ഒരു കാര്യം നടന്നു. പതിവായി എയ്ക്മാൻ വരാറുള്ള ആ വണ്ടിയിൽ അന്ന് എയ്ക്മാൻ ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ പദ്ധതികൾ പാളിപ്പോയോ എന്ന് അംഗങ്ങൾ സംശയിച്ചു. എങ്കിലും അടുത്ത ബസ് വരുന്നതുവരെ കാത്തിരിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അരമണിക്കൂറിന് ശേഷമായിരുന്നു അടുത്ത ബസ്. അവരുടെ കാത്തിരിപ്പ് വിഫലമായില്ല. ആ ബസ്സിൽ നിന്ന് എയ്ക്മാൻ പുറത്തിറങ്ങി. തനിക്ക് ചുറ്റും ഒരു വല വിരിച്ചിരിക്കുന്നു എന്ന് അറിയാതെ. ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ രൂപീകരണം മുതൽ അവരുടെ കണ്ണു വെട്ടിച്ച് നടക്കുകയായിരുന്നു എയ്ക്മാൻ. 60 ലക്ഷം യൂതന്മാരെ കൂട്ടക്കുരുതി നടത്തിയ ആൾ. തങ്ങളുടെ ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും എല്ലാം നിലവിളി കാലങ്ങൾക്ക് പിന്നിൽ നിന്ന് തങ്ങളുടെ കാതുകളിൽ എത്തിയതുപോലെ അവർക്ക് തോന്നി. അതിന്റെ ഒടുവിൽ സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അങ്ങനെയാണ് മൊസാദ് അയാളെ പിടികൂടാനുള്ള വല വിരിച്ചു തുടങ്ങിയത്. പിന്നെ നടന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ബ്യൂണസ് അയേഴ്സിലെ സുരക്ഷിത ഭവനത്തിലേക്കായിരുന്നു മൊസാദ് എയ്ക്മാനെ കൊണ്ടുപോയത്. അവിടെ നിന്ന് ആരംഭിച്ച ചോദ്യം ചെയ്യൽ പിന്നീട് ഇസ്രായേലിൽ എത്തിച്ചും തുടർന്നു. ഇസ്രായേലിൽ എത്തിച്ച് എയ്ക്മാനെ വിചാരണ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്തു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ദശലക്ഷക്കണക്കിന് ആളുകളാണ് അന്ന് അത് കണ്ടത്. ഇസ്രായേലിലെ യാഗൂരിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. അവിടെ 9 മാസത്തോളമാണ് എയ്ക്മാനെ പാർപ്പിച്ചത്. സാക്ഷിമൊഴികളോ രേഖകളോ വെച്ച് മാത്രം എയ്ക്മാനെ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ ഇസ്രായേൽ തയ്യാറായിരുന്നില്ല.
അതിനാൽ ദിവസം തോറും അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. ഈ ചോദ്യം ചെയ്യലിന്റെ കയ്യെഴുത്ത് പ്രതികൾ തന്നെ 3500-ൽ അധികമായിരുന്നു. എവരൻലെസ് എന്ന ചീഫ് പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്തത്. എയ്ക്മാൻ കള്ളം പറയുകയോ സത്യം പറയാൻ വിസമ്മതിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ എല്ലാം അത് മനസ്സിലാക്കിയെടുക്കാൻ മാത്രം കഴിവ് ആ ഉദ്യോഗസ്ഥന് ഉണ്ടായിരുന്നു. വിചാരണാ വേളയിലെല്ലാം എയ്ക്മാൻ പ്രകടിപ്പിച്ചിരുന്നത് ഒരേ മുഖമായിരുന്നു. അധികാരികളുടെ ഉത്തരവ് പാലിക്കുന്ന ഒരു ആജ്ഞാനുവർത്തി. വഞ്ചന നിറഞ്ഞതും ക്രൂരവുമായ തന്റെ മുഖം മറച്ചുവെക്കാൻ വിചാരണയിൽ ഉടനീളം എയ്ക്മാൻ ശ്രമിച്ചു. തനിക്ക് അധികാരമില്ലെന്നും ഉത്തരവുകൾ നിറവേറ്റുക മാത്രമാണ് താൻ ചെയ്തതെന്നുമായിരുന്നു എയ്ക്മാൻ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. തന്റെ തെറ്റുകളുടെ തീവ്രത അയാൾ തിരിച്ചറിയുകയോ അതിൽ മനസ്തപിക്കുകയോ ചെയ്യുന്നില്ല എന്നത് ചോദ്യം ചെയ്യൽ നടത്തുന്നവരെ പോലും വിസ്മയിപ്പിച്ചു. പക്ഷേ അതിനെ ലോകം വിലയിരുത്തിയത് തിന്മയെ നിസാരവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിലായിരുന്നു. എയ്ക്മാൻ ഒരു മനോരോഗി പോലും അല്ല എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെടുകയും ചെയ്തു. മാത്രവുമല്ല, താൻ ചെയ്തതിൽ ഒന്നും കുറ്റബോധം തോന്നുന്നില്ലെന്ന് അയാൾ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. എയ്ക്മാന്റെ തീക്ഷ്ണമായ നാസി നിലപാടും തീവ്രമായ യഹൂദ വിരോധവുമായിരുന്നു ആ വംശഹത്യയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നത്. കഴിയുന്നത്ര യഹൂദരെ കൊല്ലാൻ ശ്രമിക്കുകയും കൊല്ലുന്നതിൽ ആഹ്ലാദിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു എയ്ക്മാൻ എന്നാണ് അയാളെക്കുറിച്ച് അന്നും പിന്നീടും നടന്ന വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. ഹോളോകോസ്റ്റിന് താൻ ഉത്തരവാദിയല്ല എന്ന് എയ്ക്മാൻ വാദിച്ചു. എങ്കിലും അയാൾ ആസ്വദിക്കുകയും ലഹരി പിടിക്കുകയും ചെയ്ത യഹൂദ കൂട്ടക്കൊലയിൽ അയാൾ കുറ്റവാളിയാണ് എന്ന് തന്നെയായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് അവസാനം വരെ താൻ നിരപരാധിയാണ് എന്ന് വാദിച്ചുകൊണ്ടിരുന്ന അയാളെ തന്റെ കുറ്റകൃത്യങ്ങളുടെ പേരിൽ കഠിനമായി ശിക്ഷിക്കേണ്ടതുണ്ടെന്നും കോടതി തീരുമാനിച്ചു. മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ, യുദ്ധക്കുറ്റങ്ങൾ എന്നിങ്ങനെ 15 ക്രിമിനൽ കുറ്റങ്ങളാണ് അയാൾക്കെതിരെ കോടതി ചുമത്തിയത്. മോഷെ ലാൻഡോ, ബെഞ്ചമിൻ ഹവേലി, ഇത്സാക് റാവെ എന്നീ 3 ജഡ്ജിമാരാണ് വിചാരണ വേളയിൽ ഉണ്ടായിരുന്നത്. എയ്ക്മാനു വേണ്ടി വാദിക്കാൻ ജർമ്മൻകാരനായ വക്കീലന്മാരെയും ഇസ്രായേൽ അനുവദിച്ചിരുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ മാധ്യമങ്ങളും എയ്ക്മാന്റെ വിചാരണ വാർത്തകൾ വൻ പ്രാധാന്യത്തോടെയാണ് പ്രസിദ്ധീകരിച്ചത്. വിചാരണ വേളയിൽ കോടതിയിലോ പരിസരങ്ങളിലോ അയാൾ കൊല്ലപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നതിനാൽ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ചേംബറിലാണ് എയ്ക്മാനെ ഇരുത്തിയിരുന്നത്. ഇസ്രായേലിലെ മുഴുവൻ യഹൂദരും ആ ദിവസങ്ങളിൽ കോടതി പരിസരത്ത് തടിച്ചുകൂടിയിരുന്നുവെന്ന് പറയുന്നതിൽ തെല്ലും അതിശയോക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇല്ലാതാക്കിയ, വംശഹത്യയ്ക്ക് തങ്ങളെ വിധേയനാക്കിയ എയ്ക്മാനോടുള്ള പകയും വെറുപ്പും കൊണ്ട് അവർ വീർപ്പുമുട്ടുന്നുണ്ടായിരുന്നു. വിചാരണ വേളയിൽ എയ്ക്മാൻ പറഞ്ഞത് കേട്ട് കോടതി പോലും ഞെട്ടിത്തരിച്ചു പോയിരുന്നു. ഓഷ്വിറ്റ്സിലെ മലയോരങ്ങളിലും വയലുകളിലും പാതി ജീവനോടെ പോലും കുഴിച്ചു മൂടപ്പെട്ട യഹൂദരെ കുറിച്ച് അയാൾ നിർവികാരനായി പറഞ്ഞപ്പോൾ അനേകരാണ് പൊട്ടിക്കരഞ്ഞു പോയത്. നാസി ക്യാമ്പിൽ നിന്ന് വല്ല വിധേനയും രക്ഷപ്പെട്ട യഹൂദരും അയാൾക്കെതിരെ സാക്ഷി പറയാൻ കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. യഹൂദന്മാർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ കുറ്റക്കാരനായി കണ്ടെത്തിയതിനു പുറമെ നാടുകടത്തൽ ട്രെയിനുകളിലെ ഭയാനകമായ അവസ്ഥകൾക്കും ആ ട്രെയിനുകൾ യഹൂദരെ കൊണ്ട് കുത്തി നിറച്ചതിന് പിന്നിലും എയ്ക്മാൻ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തി. പോളണ്ടുകാർക്കും സ്ലൊവേനിയക്കാർക്കും റോമാക്കാർക്കുമെതിരായ കുറ്റകൃത്യങ്ങളിലും അയാൾക്ക് പങ്കുണ്ട് എന്ന് കോടതിക്ക് സംശയാതീതമായി ബോധ്യമായി. അതിനു പ്രകാരം 1961 ഡിസംബർ 15-ന് എയ്ക്മാനെ തൂക്കിക്കൊല്ലാൻ കോടതി ഉത്തരവിട്ടു. കോടതിയുടെ ഈ വിധിക്കെതിരെ എയ്ക്മാൻ അപ്പീൽ നൽകി. 5-അംഗ സുപ്രീം കോടതി പാനൽ അപ്പീൽ പരിഗണിച്ചുവെങ്കിലും ജില്ലാ കോടതിയുടെ കണ്ടെത്തലുകളെ അംഗീകരിച്ചുകൊണ്ട് അവയെല്ലാം സുപ്രീം കോടതി തള്ളുകയാണ് ചെയ്തത്. അതിനിടയിൽ എയ്ക്മാന്റെ ഭാര്യയും ഇസ്രായേലിലെത്തി. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയായിരുന്നു അത്. ഇസ്രായേൽ പ്രസിഡന്റിന് നൽകിയ ദയാഹർജിയും തള്ളിയതോടെ എയ്ക്മാന്റെ തൂക്കുകയർ മുറുകി. ഒടുവിൽ അത് സംഭവിച്ചു. 1962 മെയ് 31 അർദ്ധരാത്രിയിൽ എയ്ക്മാനെ തൂക്കിക്കൊല്ലാൻ തീരുമാനമായി. എന്നാൽ അയാളെ പിടികൂടാൻ കാലതാമസം എടുത്തതുപോലെ തൂക്കിക്കൊല്ലാനുള്ള സമയത്തിന്റെ കാര്യത്തിലും അല്പം കാലതാമസമുണ്ടായി. 1962 മെയ് 31 അർദ്ധരാത്രിയിൽ നടത്താനിരുന്ന വധശിക്ഷ 1962 ജൂൺ 1 അർദ്ധരാത്രി കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാണ് നടത്തിയത്. ജർമ്മനി നീണാൾ വാഴട്ടെ, അർജന്റീന നീണാൾ വാഴട്ടെ, ഓസ്ട്രിയ നീണാൾ വാഴട്ടെ, ഞാൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുകയും ഒരിക്കലും മറക്കുകയില്ലാത്തതുമായ 3 രാജ്യങ്ങളാണ് ഇവ. ഞാൻ എൻ്റെ ഭാര്യയെയും കുടുംബത്തെയും സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്യുന്നു. മരിക്കാൻ ഞാൻ തയ്യാറാണ്. എല്ലാ മനുഷ്യരുടെയും വിധി പോലെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും.
ദൈവത്തിൽ വിശ്വസിച്ചാണ് ഞാൻ മരിക്കുന്നത്. ഇതായിരുന്നു എയ്ക്മാന്റെ അവസാന വാക്കുകൾ. തൂക്കുകയറിൽ എയ്ക്മാൻ പിടഞ്ഞു മരിച്ചതിന്റെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അയാളുടെ മൃതദേഹം ദഹിപ്പിക്കുകയും ചിതാഭസ്മം മെഡിറ്ററേനിയൻ കടലിൽ ഇസ്രായേലി സമുദ്ര അതിർത്തിക്ക് പുറത്ത് ഇസ്രായേൽ നാവികസേനയുടെ പട്രോളിംഗ് ബോട്ട് ഉപയോഗിച്ച് വിതറുകയും ചെയ്തു. പിൽക്കാല ലോകം എയ്ക്മാനെ കൃത്യമായ രീതിയിൽ വിലയിരുത്തുക ഉണ്ടായിട്ടുണ്ട്. തിന്മയുടെ മൂർത്തീഭാവം എന്ന് പോലും അയാൾ വിശേഷിപ്പിക്കപ്പെടുകയുണ്ടായി. ഒരു കൂട്ടക്കൊലപാതകം നടത്താൻ ഒരാൾ മതഭ്രാന്തനോ ക്രൂരനോ മാനസിക രോഗിയോ ആകേണ്ടതില്ല എന്നും ഒരാളുടെ കടമ നിർവഹിക്കുന്ന വിശ്വസ്തനായ അനുയായി ആയിരുന്നാൽ മതിയെന്നും അയാളുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നവർ ഉണ്ടായിട്ടുണ്ട്. പരോക്ഷമായും വ്യവസ്ഥാപിതമായും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരെ എയ്ക്മാൻസ് എന്ന് വിളിക്കുന്ന പതിവുമുണ്ട്. ഏറ്റവും നിന്ദ്യമായ പ്രയോഗങ്ങളിൽ ഒന്നായിട്ടാണ് അതിനെ കണക്കാക്കി പോരുന്നതും. തന്റെ പിതാവിനെ വധിച്ച ഇസ്രായേലിനോട് തനിക്ക് നീരസമൊന്നും ഇല്ല എന്നാണ് എയ്ക്മാന്റെ ഇളയ മകൻ റിക്കാർഡോയുടെ പ്രതികരണം എന്നതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഓപ്പറേഷൻ ബിനാലെ എന്നായിരുന്നു എയ്ക്മാനെ പിടികൂടാനുള്ള പദ്ധതിക്ക് മൊസാദ് പേര് നൽകിയത്. അർജന്റീനയെ പോലും അറിയിക്കാതെയായിരുന്നു അവർ ഈ ഓപ്പറേഷൻ നടത്തിയത് എന്നതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. അർജന്റീന എയ്ക്മാനെ സംരക്ഷിച്ചു പോരുകയായിരുന്നു എന്ന് കരുതുന്നതിലും തെറ്റില്ല. അതുകൊണ്ടുകൂടിയാണ് മൊസാദ് തട്ടിക്കൊണ്ടുപോകലിനെ കുറിച്ച് അർജന്റീനയ്ക്ക് ചെറിയൊരു സൂചന പോലും നൽകാതിരുന്നത്. അങ്ങനെ ഒരു സൂചന നൽകിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ മൊസാദിന്റെ ശ്രമം വിജയിക്കാതെ പോകുമായിരുന്നു. അതുകൊണ്ട് അർജന്റീനയുടെ സ്വാതന്ത്ര്യ ആഘോഷത്തിൽ പങ്കെടുക്കാനെന്ന വ്യാജേനയായിരുന്നു ഈ സംഘം അവിടെ എത്തിയത്. തങ്ങളുടെ ക്രൂ അംഗം എന്ന നിലയിലാണ് എയ്ക്മാനെ മയക്കിക്കിടത്തി അവർ വിമാനത്തിൽ ഇസ്രായേലിൽ എത്തിച്ചത്. മൊസാദ് സംഘം അയാളെ ഇസ്രായേലിൽ എത്തിച്ചതിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി പത്രസമ്മേളനം നടത്തി ഇക്കാര്യം ലോകത്തെ അറിയിച്ചപ്പോഴാണ് തങ്ങളുടെ രാജ്യത്ത് സംഭവിച്ച ഈ തട്ടിക്കൊണ്ടുപോകലിനെ കുറിച്ച് അർജന്റീന പോലും അറിഞ്ഞത്. എയ്ക്മാനെ പിടികൂടിയതും ചോദ്യം ചെയ്ത് വിചാരണ ചെയ്തതും ഒടുവിൽ വധശിക്ഷ വിധിച്ചതും ചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യ ദൗത്യങ്ങളുടെ ഭാഗമായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ചാരപ്രവൃത്തികളിൽ ഇതുപോലൊരു തട്ടിക്കൊണ്ടുപോകൽ മറ്റൊന്ന് സംഭവിച്ചിട്ടുമില്ല. മറ്റുള്ളവരുടെ ജീവൻ നിസ്സാരമായി കവരുകയും തന്റെയും തന്റെ പ്രിയപ്പെട്ടവരുടെയും ജീവനുകളെ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോവുകയും ചെയ്യുന്നവർക്കെല്ലാം അഡോൾഫ് എയ്ക്മാന് സംഭവിച്ചത് ഒരു പാഠമായി തീരട്ടെ. ലോകത്തെ നടുക്കിയ മറ്റൊരു സംഭവകഥയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം.